ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളെ 4ാമത്തെ ചാപ്റ്ററിലെ ബാക്കി ജോഗ്രഫിൻ്റെ 4ാമത്തെ ചാപ്റ്ററിൻ്റെ ബാക്കി ഭൂഗർഭ ജലജന്യ രൂപങ്ങൾ. കുറേ ഭൂരൂപങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് അല്ലേ? എല്ലാവർക്കും അറിയുന്നതല്ലേ? പ്രകൃതിയുടെ കൈകളാണെന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ കുറേ ഭൂഗർഭ ജലജന്യ രൂപങ്ങളെക്കുറിച്ച് ഇനി നമുക്ക് പഠിക്കാനുണ്ട്. നോക്കുക, ഒരു ചിത്രം കണ്ടില്ലേ നിങ്ങൾ? ഭൂമിയിൽ താഴ്ന്നിറങ്ങുന്ന മഴവെള്ളം ചുണ്ണാമ്പ് കല്ല് പോലുള്ള ശിലകളിൽ പതിക്കുമ്പോൾ അവ വളരെ എളുപ്പം ജലത്തിൽ ലയിക്കുന്നു. ആയതിനാൽ ഭൂഗർഭജലത്തിൻ്റെ അപരദന നിക്ഷേപണ ഭൂരൂപങ്ങൾ മുഖ്യമായും ചുണ്ണാമ്പ് ശിലാപ്രദേശങ്ങളിലാണ് കാണുന്നത്. ഇത്തരം ഭൂസവിശേഷതകളെ പൊതുവെ കാസ്റ്റ് ഭൂപ്രകൃതി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഭൂമിയിലേക്ക് മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഭൂമിയിലേക്ക് വെള്ളം താഴ്ന്നു പോകുമല്ലേ? അതെന്ത് ചെയ്യും? ചുണ്ണാമ്പ് പോലുള്ള ശിലകളിൽ തട്ടി വേഗം ലയിക്കും. അപ്പോൾ ആ ലയിക്കുന്ന ഇതിൻ്റെ ഫലമായി ഭൂഗർഭജലത്തിൻ്റെ അപരദന നിക്ഷേപണ ഭൂരൂപങ്ങൾ കാണുന്നത് എവിടെയാണ്? ഈ ചുണ്ണാമ്പ് ശില പ്രദേശങ്ങളിലാണ്. ഇങ്ങനെയുള്ള സവിശേഷതകളെ പറയുന്ന പേരാണ് കാസ്റ്റ് ഭൂപ്രകൃതി. ഇനി ആ ചിത്രം 4.14 എന്നുള്ള ചിത്രം എന്തിൻ്റെതാണ്? ചുണ്ണാമ്പ് ശിലാഭാഗങ്ങൾ ഭൂഗർഭ ജലവുമായി ലയിക്കുന്നതിൻ്റെ ഫലമായി രൂപം കൊണ്ട ഒരു ഗുഹയുടെ ചിത്രമാണത് കേട്ടോ. മേലെ നിന്ന് താഴേക്ക് ചുണ്ണാമ്പ് ശിലയിലൂടെയൊക്കെ ഇറങ്ങിയിട്ടുള്ള ഭൂമിയുടെ ഉള്ളിലുള്ള ഒരു ചിത്രമാണ് അതിൽ കാണുന്നത്. ഇനി നോക്കുക, ജലവുമായി അലിഞ്ഞു ചേർന്നുണ്ടാകുന്ന ചുണ്ണാമ്പ് മിശ്രിതം ഗുഹയുടെ മേൽക്കൂരയിൽ നിന്ന് താഴേക്ക് തുള്ളികളായി വീഴുന്നു. ഇപ്രകാരം താഴേക്ക് വീഴുന്ന മിശ്രിതത്തിൻ്റെ കുറച്ച് ഭാഗം ഗുഹയുടെ മേൽഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഈ പ്രക്രിയ ഏറെക്കാലം തുടരുന്നതിൻ്റെ ഫലമായി ഈ ചുണ്ണാമ്പ് നിക്ഷേപ രൂപങ്ങൾ താഴേക്ക് വളരുന്നു. ഈ ഭൂരൂപങ്ങൾ സ്റ്റാലക്ടൈറ്റുകൾ എന്നറിയപ്പെടുന്നു. സ്റ്റാലക്ടൈറ്റ്, പേര് ശ്രദ്ധിക്കുക, സ്റ്റാലക്ടൈറ്റ്. എന്താണ് സ്റ്റാലക്ടൈറ്റ്? ചുണ്ണാമ്പ് ശിലകളിൽ തട്ടി എന്ത് ചെയ്യുന്നു? അത് അലിഞ്ഞു ചേരും എന്ന് പറഞ്ഞല്ലോ. വെള്ളം അലിഞ്ഞ് ചുണ്ണാമ്പ് ശിലകളിൽ തട്ടി വേഗം ലയിക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ജലവുമായി അലിഞ്ഞു ചേരുന്ന ചുണ്ണാമ്പ് മിശ്രിതം ഗുഹയുടെ അടിയിൽ എന്തുണ്ടാവും? ഗുഹകളുണ്ടാവും. ആ ചിത്രം നോക്കിയാൽ മനസ്സിലാവും, ഗുഹകളാണത്. ആ ഗുഹയുടെ മേൽഭാഗത്ത് നിന്ന് തുള്ളികളായിട്ട് താഴേക്ക് വീഴും. നമ്മൾ കണ്ടിട്ടില്ലേ, മെഴുകുതിരി കത്തിയിട്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങണത് കണ്ടിട്ടില്ലേ? മെഴുകുതിരിൻ്റെ സൈഡിലൂടെ ഒക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങുമല്ലോ, അതുപോലെ. അപ്പോൾ ഇപ്രകാരം താഴേക്ക് വീഴുന്ന ഇങ്ങനെ ഒലിച്ചിറങ്ങുമ്പോൾ കുറച്ച് ഭാഗം എന്ത് ചെയ്യും? അത് മേലെ തന്നെ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഒലിച്ചിറങ്ങുന്നതിൻ്റെ മേൽഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ഭാഗം കുറേ കാലം ഇങ്ങനെ ഒലിച്ചിറങ്ങണത് കൂടാതെ മേലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ചുണ്ണാമ്പ് നിക്ഷേപ രൂപങ്ങൾ എന്ത് ചെയ്യുന്നു? മേലെ നിന്ന് താഴേക്ക് വളരുന്നു. ഈ ഭൂരൂപങ്ങൾ സ്റ്റാലക്ടൈറ്റുകൾ എന്ന് അറിയപ്പെടുന്നു. സ്റ്റാലക്ടൈറ്റ്, മറക്കരുത്, സ്റ്റാലക്ടൈറ്റ്, മേലെ നിന്ന് അടിയിലേക്ക് വളരുന്നത്. ഇനി മേലെ നിന്ന് താഴേക്ക് ഒറ്റി വീഴുകയാണ് എന്ന് പറഞ്ഞല്ലോ. ആ ചുണ്ണാമ്പ് മിശ്രിതം എന്ത് ചെയ്യുന്നു? ഗുഹയുടെ അടിത്തറയിൽ വീഴുമ്പോൾ അവിടെ അടിഞ്ഞുകൂടുന്ന ചുണ്ണാമ്പ് നിക്ഷേപം താഴെ നിന്ന് മുകളിലേക്ക് വളരുന്നു. ഈ രൂപങ്ങളെ സ്റ്റാലഗ്മൈറ്റുകൾ എന്ന് വിളിക്കുന്നു. സ്റ്റാലഗ്മൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടിയിൽ നിന്ന് മുകളിലേക്ക് വളരുന്നത്. സ്റ്റാലക്ടൈറ്റ് എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് അടിയിലേക്ക് വളരുന്നത്. അപ്പോൾ നോക്കുക, ഗുഹയുടെ മേൽക്കൂരയിൽ നിന്ന് ചുണ്ണാമ്പ് മിശ്രിതം താഴെ അടിത്തറയിൽ വീണിട്ട് അടിയിൽ നിന്ന് വളരുന്നത് എന്താണ്? സ്റ്റാലക്ടൈറ്റ്. മുകളിൽ നിന്ന് വളർന്നു വരുന്നത് സ്റ്റാലഗ്മൈറ്റ്. മറക്കരുത് കേട്ടോ, മാറിപ്പോവരുത്.
ഇനി സ്റ്റാലക്ടൈറ്റുകളും സ്റ്റാലഗ്മൈറ്റുകളും കൂടുതൽ വളരുന്നതിലൂടെ അവ പരസ്പരം കൂടിച്ചേർന്ന് സ്തംഭങ്ങൾ രൂപം കൊള്ളുന്നു. സ്റ്റാലക്ടൈറ്റും സ്റ്റാലഗ്മൈറ്റും എന്ത് ചെയ്യുന്നു? താഴ്ന്ന് മുകളിൽക്കും മുകളിൽ നിന്ന് അടിയിൽക്കും ഇങ്ങനെ വളരല്ലേ. അങ്ങനെ എന്തുണ്ടാകുന്നു? അതിലൂടെ രൂപം കൊള്ളുന്നതാണ് സ്തംഭങ്ങൾ, പില്ലറുകൾ അങ്ങനെ രൂപം കൊള്ളുന്നതാണ്. ഇനി നോക്കുക, ചുണ്ണാമ്പ് ഗുഹകൾ അപരദന ഫലമായി രൂപം കൊള്ളുന്നവയും. ചുണ്ണാമ്പ് ഗുഹകൾ ഏതിൻ്റെയാണ്? അപരദന ഫലമായിട്ട്. ഇനി സ്റ്റാലക്ടൈറ്റും സ്റ്റാലഗ്മൈറ്റും ചുണ്ണാമ്പ് ശിലാസ്തംഭങ്ങളും നിക്ഷേപണ ഫലമായിട്ടാണ് രൂപം കൊള്ളുന്നത് കേട്ടോ, മറക്കരുത്. സ്റ്റാലക്ടൈറ്റ് സ്റ്റാലഗ്മൈറ്റ് ചുണ്ണാമ്പ് ശിലകൾ നിക്ഷേപണ ഫലമായിട്ട്, ചുണ്ണാമ്പ് ഗുഹകൾ അപരദന ഫലമായിട്ട്. ഇനി അപ്പുറത്തൊരു ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞതൊക്കെ മനസ്സിലാകും. മുകളിൽ നിന്ന് അടിയിലേക്ക് വളരുന്നത് അതാ സ്റ്റാലക്ടൈറ്റ്, പിന്നെ അടിയിൽ നിന്ന് മുകളിലേക്ക് വളരുന്നത് അതാ സ്റ്റാലഗ്മൈറ്റ്, പിന്നെ രണ്ടും കൂട്ടിമുട്ടുന്ന സ്ഥലം അതാ ചുണ്ണാമ്പ് ശില സ്തംഭങ്ങൾ. ചിത്രം ശരിക്കും നോക്കുക കേട്ടോ. ഇനി ബോറ ഗുഹകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ചിത്രം കണ്ടില്ല അവിടെ? അത് എന്തിനുള്ള ഉദാഹരണമാണ്? ചുണ്ണാമ്പ് ശില ഗുഹകൾക്ക് ഉദാഹരണമാണ് ബോറ ഗുഹകൾ. എന്തിൻ്റെയാണ്? ചുണ്ണാമ്പ് ശില ഗുഹകൾക്ക് ഉദാഹരണം ബോറ ഗുഹകൾ. വൺ വേർഡൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്, നോക്കുക കേട്ടോ. നെക്സ്റ്റ് കടലോര കാഴ്ചകളാണ്. അപ്പോൾ ഈ കടലോര കാഴ്ചകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അന്ന് വളരെ കുറച്ച് എടുക്കണുള്ളൂ, വളരെ കുറച്ച് തന്നെ ഉള്ളൂ. കുറച്ച് സമയത്തിൻ്റെ ഒരു ഇതുണ്ടെന്ന് ഞാനിപ്പോൾ ക്ലാസ് എടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ ലോഡ് ചെയ്തിടുക, എല്ലാവരും കാണുക. അതിൽ നോട്ടിൽ എഴുതാനുള്ളത് ഏതാണ്? സ്റ്റാലക്ടൈറ്റുകളും സ്റ്റാലഗ്മൈറ്റുകളും ചുണ്ണാമ്പ് ശിലാസ്തംഭങ്ങളും രൂപം കൊള്ളുന്നത് എങ്ങനെ എന്ന് ക്വസ്റ്റ്യൻ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ 3 പാരഗ്രാഫ് എഴുതി വെക്കുക. 3 പാരഗ്രാഫില്ല, 2 പാരഗ്രാഫ്. അതായത് ജലവുമായി അലിഞ്ഞു ചേർന്നുണ്ടാകുന്ന എന്ന് തൊട്ടിട്ട് രൂപം കൊള്ളുന്നു വരെയുള്ള പാരഗ്രാഫ് ഫുള്ള് എഴുതി വെക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ താഴെ ഇതും കൂടെ എഴുതണം. ചുണ്ണാമ്പ് ഗുഹകൾ അപരദന ഫലമായി രൂപം കൊള്ളുന്നവയും സ്റ്റാലക്ടൈറ്റും സ്റ്റാലഗ്മൈറ്റും ചുണ്ണാമ്പ് ശിലാസ്തംഭങ്ങളും നിക്ഷേപണ ഫലമായും രൂപം കൊള്ളുന്നവയാണ്. അതും കൂടെ എഴുതണം കേട്ടോ. ഓക്കെ, എന്നാൽ അസ്സലാമു അലൈക്കും.